ഗൈസ്, ഈ കീ വീട്ടിൽ വന്നിട്ട് അധിക കാലമൊന്നും ആയില്ല, 1 വർഷമൊക്കെ ആയതേ ഉള്ളൂ. പക്ഷേ ഈ കീ ഇന്ന് വേറൊരാളെ കയ്യിൽ പോകാൻ പോവാണ്. അവൻ്റെ ഡോമിനർ കൊടുക്കാൻ പോവാണ്. ബൈ ബൈ പറയുവാണ്. അവസാനമായി വണ്ടിയിലൊക്കെ ഒന്ന് കയറിയിരിക്കാം. നമുക്ക് സ്വന്തമായിട്ടുള്ളപ്പോഴേ ഒരിതുള്ളൂ വണ്ടിയൊക്കെ. വീഡിയോ ഫുള്ളും കാണണം കേട്ടോ. നമ്മൾ വണ്ടി കൊടുക്കാൻ പോവാം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോമിനർ സെയിലിനിട്ടിരിക്കുക, ഒട്ടും ഓട്ടവും ഇല്ല. അപ്പം വെറുതെ ഒരു വണ്ടി ഇവിടെ ഇൻഷുറൻസ് കൊടുത്ത്, ഇൻഷുറൻസ് ഒന്നും അടയ്ക്കണ്ട, 5 വർഷത്തെ ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. എടുക്കുന്ന ആൾക്ക് വൻ ലാഭമാണ്. കണ്ടോ, ഒരു സ്ക്രാച്ച് ഇല്ലാത്ത പുതുപുത്തൻ ഡോമിനർ 2024 മോഡൽ കിട്ടും. അങ്ങനെ ഇത് സെയിലായി ഓൾറെഡി സെയിലായി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഡീലിങ്സ് ആണ്. അപ്പം അതിനു മുമ്പ് ലാസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. നിലവിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഡോമിനർ ഇഷ്ടമാണ്, പക്ഷേ എന്തോ എൻ്റെ വണ്ടിയായിട്ടൊരു ചേർച്ചയില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനും എടുക്കാത്തത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തൊക്കെ ഇടാം. ഫ്യൂല് കുറവാണ്, അതാണ് ബ്ലിങ്ക് ചെയ്തത്. വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കിയതാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്ന് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇന്നലെ കുറേ ഇതിലൊക്കെ ഒട്ടിച്ച് ഒന്ന് കൊടുക്കാൻ പോയില്ലേ, അങ്ങനെ ഒരു ഫീലൊക്കെ കിട്ടി. കൊള്ളാം. കൊടുക്കാൻ മനസ്സില്ല, പക്ഷേ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, ഒരു മെഷീനല്ലേ. അപ്പോൾ അതിന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളൊക്കെ വരും. അത് മെയിൻ്റെനൻസ് പിന്നെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇഷ്ടമുള്ളവരെടുക്കട്ടെ. എന്തായാലും കുഴപ്പമില്ലാത്തൊരു റേറ്റിനാണ് നമ്മൾ കൊടുത്തത്. വാങ്ങിക്കുന്നവർക്ക് നല്ല ലാഭമാണ്. ഇനി 4 വർഷത്തേക്ക് വാറൻറ്റി ഫ്രീ, 4 വർഷത്തേക്ക് ഇൻഷുറൻസ് ഉണ്ട്. കുഴപ്പമില്ല. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പുതുപുത്തൻ വണ്ടി ഉണ്ടോ, പുതുപുത്തൻ വണ്ടി. ടയറിൻ്റെ കണ്ടീഷൻ കണ്ടില്ല. ഷൂട്ട്. അപ്പോൾ എന്തായാലും സെറ്റ്. അങ്ങനെ വണ്ടി സെയിലടിക്കാൻ പോവാണ്. നമ്മളെ വിട്ട് നമ്മൾ ഡോമിനർ പോവുകയാണ്. 1 വർഷം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ഓർമ്മകളൊന്നും ഇതിനു വേണ്ടി നമ്മളെ ഡോമിനർ വിട പറയുകയാണ്. ഇന്ന് തന്നെ വണ്ടി പോകും. അവസാനമായിട്ട് ഇന്നലെ രാത്രി കുറച്ച് ദൂരമൊക്കെ ഓട്ടിച്ചു. പക്ഷേ ഇപ്പോൾ ഓട്ടിക്കാന്ന് പറഞ്ഞാൽ റീഫ്യൂലായി. കൊണ്ടുപോകുന്നവർക്ക് പമ്പൂരയൊക്കെ എത്തും, 10-50 കിലോമീറ്റർ പോയി. അതുകൊണ്ട് പിന്നെ പോകണ്ടെന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഹിസ്റ്ററി എടുക്കാൻ പോകണം, കുറേ പരിപാടിയുണ്ട്. RTP പേര് മാറ്റണം, കുറേ പരിപാടികൾ. അതൊക്കെ കുറച്ചായിട്ട് കാണിച്ചു തരാം. എന്നാൽ ലൈക്കും കൂടെ അടിക്കുകയാണ്. ഡോമിനർ ബൈ. ഇന്നത്തെ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. അപ്പം ഉച്ചയ്ക്ക് ഇറങ്ങത്തുള്ള ആൾ. അപ്പോൾ എന്തായാലും വൈകിട്ടിനകത്ത് വണ്ടി പോവും. അങ്ങനെ വണ്ടി സെറ്റായി. അപ്പം എൻ്റെ വണ്ടിയാണ് നീ ബൈക്ക് എന്ന പേരിലൂടെ ഇരിപ്പുണ്ട്. അത് നമ്മൾ കൊടുക്കില്ലല്ലോ, നമ്മൾ മൂടി പൊതിച്ച് കഴുകി വൃത്തിയാക്കി ഇതോടെ വെച്ചിട്ടുണ്ട്. അപ്പം വണ്ടി ഇവിടെ ഇരിക്കട്ടെ. കുറച്ച് മുമ്പ് തമ്മനയിലെടുക്കാൻ കുറച്ച് പുറത്തോട്ട് ഇറക്കി വയ്ക്കണം. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ എടുത്ത് പുറത്തോട്ടൊക്കെ വെച്ച് നമ്മൾ കാണിച്ചു തരാം. പിന്നെ RTയിലൊക്കെ പോകുമ്പം എന്താണ് ഫോർമാലിറ്റീസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. വേറെ അല്ലാതെ അകത്ത് കയറി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പേര് മാറ്റുന്നത് എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞുതരാം. പിന്നെ 5 വർഷത്തെ ഇൻഷുറൻസ് ഉണ്ട്, 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. അപ്പം എന്തുണ്ടെങ്കിലും കമ്പനിയല്ല, ഷോറൂം കമ്പനി അവർ തന്നെ ചെയ്തു തരും. വേറെ ഒന്നുമില്ല. വേറെ എന്താ പറയാനാ. അങ്ങനെ പച്ച വണ്ടി പോവുകയാണ് നമ്മളെ വീട്ടിൽ നിന്ന്. ഇനി നമ്മളുടെ ക്രോം മാത്രമേ ഉള്ളൂ. എന്തായാലും പുതിയ വണ്ടി വരുമായിരിക്കുമെന്നാണ് തോന്നുന്നത്. നോ ഐഡിയ. എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും എന്താ കാർ ഷെഡിൽ നമ്മളെ പച്ച വണ്ടി ഇനി കാണാൻ പറ്റത്തില്ല. അങ്ങനെ പച്ച ഡോമിനർ പോവുകയാണ് ഗൈസ്. ബായ്. ചെറിയൊരു വിഷമമുണ്ട്, എന്നാൽ കുഴപ്പമില്ലെന്നും തോന്നുന്നുണ്ട്. വെറുതെ ഇരിക്കുന്നതിനേക്കാളും പോട്ടെ. ഇപ്പോൾ 7000 സംതിങ് എത്ര കിലോമീറ്ററായി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 7300 200 എത്ര ആയിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇതുവരെ ഈ മീറ്റർ പോലും അഡ്ജസ്റ്റ് ആക്കിയിട്ടില്ല. അഡ്ജസ്റ്റ് മീൻസ് മീറ്റർ പോലും മറ്റേ ടൈം പോലും സെറ്റ് ചെയ്തിട്ടില്ല. 7346 കിലോമീറ്റർ ആയിട്ടുണ്ടോ. അപ്പോൾ ടൈം നടക്കുന്നുണ്ടോ. അപ്പോൾ 11:53. ട്രിപ്പ് ഒന്നും ഇതുവരെ സെറ്റ് ചെയ്ത് അങ്ങനെ ഓടിച്ചിട്ടൊന്നുമില്ല, അല്ലാതെയൊക്കെയാണ് ഓടുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് വണ്ടി അങ്ങനെ ഓടുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെ വണ്ടി ടാറ്റാ ബൈ പറഞ്ഞ് പോകും. സാരമില്ല, പുതിയ വണ്ടി വരട്ടെ. പുതിയ വണ്ടി എന്തായാലും വരുമായിരിക്കും. മീൻ കുഞ്ഞുങ്ങൾക്കൊക്കെ രാവിലെ തീറ്റ കൊടുത്തു.
രാവിലെ എന്തായാലും ഉറക്കം എണീച്ച് വന്നപ്പോൾ വണ്ടി പോകുന്ന കാഴ്ച പറഞ്ഞപ്പം അതാ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാമെന്നൊന്ന് വിചാരിച്ചേ. അപ്പോൾ എന്തായാലും പോട്ടെ, പോകുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഗൈസ് എന്താ പറയുക, കുറേ ദിവസമായില്ലേ ലാസ്റ്റ് നമ്മൾ വണ്ടി കഴുകിയ വീഡിയോ ഇട്ടിട്ട്. പിന്നെ കറങ്ങും, രാത്രി കറങ്ങും. ഗോപ്രോ ഇല്ലാത്തതാണ് മെയിൻ വിഷയം. രാത്രി ആകുമ്പോൾ ഒരു 9 മണിയാകുമ്പോൾ എവിടെയെങ്കിലും പോകും, ഷെല്ല് കളിക്കാൻ പോകും, രാത്രി വണ്ടി ഓടിക്കും. പക്ഷെ അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിടാൻ വേണ്ടി ഫോൺ ഇങ്ങനെ വെച്ചെടുക്കാൻ ഭയങ്കര റിസ്ക്കാണ്. അതുമായിട്ടത് ലീഗലല്ല. വെറുതെ റിസ്ക് വാങ്ങിച്ച് വെറുതെ പറ്റി വാങ്ങിച്ചേക്കാളും ഗോപ്രോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ ഗോപ്രോ ഉണ്ടെന്ന് അത് അടിച്ചു പോയി. അപ്പോൾ പുതിയ ഗോപ്രോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോപ്രോയോ ആക്ഷൻ ക്യാമറ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണം, ഇൻസ്റ്റാ 360 എന്തെങ്കിലും വേണം. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റാക്കി വീഡിയോ എടുക്കാൻ പറ്റും, നിങ്ങൾ മുമ്പിൽ കറക്റ്റ് വീഡിയോ എത്തിക്കാൻ പറ്റും. അപ്പോൾ അതുവരെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ഷമിക്കുക. നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 5-6 വീഡിയോ കഴിയുമ്പോഴേക്കും എന്തായാലും സെറ്റാവും. നമ്മൾ ഹെൽമെറ്റ് എടുത്തിട്ട് പോലും ആ വീഡിയോയിൽ വന്നിട്ടില്ല. കുറച്ച് മടിയുണ്ട്. അത് നിങ്ങളുടെ കമൻറ്റിൽ കൂടെ എനിക്ക് പ്രോത്സാഹനം കിട്ടുമ്പോൾ അതൊക്കെ മാറും. പക്ഷേ കമൻറ്റ് വരാറുണ്ട്, പക്ഷേ അങ്ങനെ എന്താ പറയുക, വീഡിയോ ഇടുന്നില്ലല്ലോ കറക്റ്റായിട്ട്. അതിൻ്റെ കുറച്ചൊരു ലാഗുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഒരു മീറ്റർ എനിക്ക് ശരിയാക്കാറുണ്ട്. ഇതിൻ്റെ ഒരു മീറ്റർ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ, അതെനിക്ക് ശരിയാക്കണം. അത് ഞാൻ ശരിയാക്കുന്നതൊക്കെ വീഡിയോ ഇടാൻ കേട്ടോ. അപ്പം ഫോർഡ് ഇതൊക്കെ ഉള്ളവർക്ക് യൂസ്ഫുൾ ആവും. ഇതിൻ്റെ മീറ്റർ മാറ്റുന്ന വീഡിയോക്ക് 2K എന്താ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ പേര് കമൻറ്റ് ചെയ്ത് എന്തിനാണ് മാറ്റിയത്, അതിൽ ചെറിയൊരു സംഭവം മാത്രം മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. ഒരു ഐഡിയ ഇല്ല, ഇത് ആരും പറഞ്ഞു തരാനില്ലായിരുന്നു. അങ്ങനെയാണ് സർവീസ് സെൻ്ററല്ല, കറക്റ്റ് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി മാറ്റിയത്. അതിൻ്റെ സ്പെയർ ഇപ്പം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന സാധനം എൻ്റെ ഇരിപ്പുണ്ട്. അതെന്തായാലും ശരിയാക്കി എടുത്ത് അതിന് റെഡിയാക്കി വെക്കണം. നമ്മളെ കട്ട ടയറൊക്കെ ഉണ്ടോ, സെറ്റല്ലേ? വണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ വീഡിയോ സെറ്റാക്കാം. വണ്ടിക്ക് ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഒക്കെ വരണുണ്ട്, വണ്ടിയുടെ വീഡിയോ സെറ്റാക്കാം. അപ്പോൾ അതാണ് കേസ്. രാവിലെ ക്ലൈമറ്റൊക്കെ ഓക്കെ, ഞാനും ഓക്കെ. ചെറിയൊരു ഇതേ ഉള്ളൂ. ഇനി ഫുഡൊക്കെ കഴിക്കുമ്പോൾ സെറ്റാവും. പിന്നെ പുതിയൊരു സിനിമ മറ്റേ പ്രിൻസ്, അത് ഹോട്ട്സ്റ്റാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണുന്നതാണ് പരിപാടി. ഉച്ചയ്ക്ക് ആകുമ്പോൾ വണ്ടിയിൽ ആൾ വരും, വണ്ടി ഡീൽ ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ കുറച്ചായിട്ട് പോവും. ലൈക്ക് അടിക്കുക കേട്ടോ എല്ലാവരും, ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കേ. ഇപ്പോൾ ഒരു വണ്ടി നേരെ മെയിൻറ്റെയിൻ ചെയ്യില്ല. എൻ്റെ വണ്ടി മാത്രം ഞാൻ ഇടയ്ക്കിടെ കഴിവും. പക്ഷേ പഴയതുപോലെ ഞാൻ കഴിവൊന്നുമില്ല. പണ്ടൊക്കെ ഞാൻ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വണ്ടി കഴിവുമായിരുന്നു, ഓടിച്ചില്ലെങ്കിലും ഓടിച്ചാലും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഓടിക്കാറുണ്ട്, പക്ഷെ അങ്ങനെ പഴയ ആ ഒരു വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വയ്ക്കുന്നതിൻ്റെ കുറവുണ്ട്. കാരണം മഴ അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും. എന്നിട്ട് കാറൊക്കെ കിടക്കണില്ലേ, അല്ലെങ്കിൽ സൺഡേ എല്ലാ ദിവസവും സൺഡേ കാറ് കഴിയുന്നതാണ്. ഇപ്പോൾ കാറിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ട്, ഫുൾ ചെളി പിടിച്ച് അലോയിക്ക് കണ്ടില്ല, ഫുൾ ചെളി. അപ്പോൾ എന്തായാലും നമ്മളുടെ ഡോമിനാർ പോകുമ്പോഴേക്കും ഇവിടെ എനിക്ക് വണ്ടി വയ്ക്കാൻ കുറച്ച് സ്ഥലം കിട്ടും. കാരണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ രണ്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഗ്യാപ്പ് ചെയ്ത് വയ്ക്കുന്നത്. ഇനി ഓട്ടിച്ചിട്ട് ഡയറക്റ്റ് ഉണ്ടെങ്കിൽ കയറ്റാം. അപ്പോൾ അത് സ്ഥലമാവും. പിന്നെ കാറൊക്കെ കഴുകി വിടണം. അങ്ങനെ ഇന്ന് എന്തായാലും വൈകുന്നേരം കുറേ പരിപാടിയുണ്ട്. പിന്നെ നൈറ്റ് കുറച്ച് ചെറിയൊരു കറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീഡിയോ എന്തായാലും ഉണ്ടാക്കിയിട്ട് അത് പുതിയൊരു വീഡിയോയിൽ സെറ്റാക്കാം. വേറെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് സിനിമയൊക്കെ കണ്ടിട്ട് കസ്റ്റമർ വരുമ്പം കാണാം. ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് ഡോമിനറിനെ വെച്ച് തന്നെ ചെയ്യാം. കാരണം ഡോമിനർ പോവുകയല്ലേ. അപ്പോൾ അവനെ പറഞ്ഞു വിടുന്നവരെ നമുക്ക് ഇങ്ങനത്തെ വീഡിയോ തന്നെ സെറ്റാക്കാം. എന്തായാലും നല്ലൊരു തംബ്നെയിൽ എടുക്കാൻ വേണ്ടി പുറത്തിറക്കി നല്ല കിടിലം വിഷ്വൽസും കൂടെ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് നമ്മളെ ഡോമിനർ സെറ്റല്ലേ? എന്തായാലും കുറച്ച് കഴിഞ്ഞു വരാം. അങ്ങനെ ഇപ്പം നമുക്ക് നോക്കിയപ്പം വണ്ടിയുടെ പൊല്യൂഷൻ തീർന്നു. അപ്പോൾ പൊല്യൂഷൻ എടുത്തും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ച്. തൊട്ടടുത്ത് തന്നെ പൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. എന്തായാലും വരല്ലേ വാങ്ങിക്കാം. അപ്പോൾ പൊല്യൂഷനും കൂടെ ഇല്ലാതിരുന്നാൽ ശരിയാവില്ല. വണ്ടിയുടെ പൊല്യൂഷൻ നിലവിലിപ്പോൾ തീർന്നിരിക്കുക. അപ്പോൾ വേഗം പോയി പൊല്യൂഷൻ എടുക്കാം. അപ്പോൾ ഞാനും വേറൊരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മളുടെ പഴയ MD കഴിവ് വൃത്തിയാക്കി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോള് കഴിഞ്ഞിട്ട് ഇപ്പോൾ വണ്ടി കയറും. അപ്പോൾ ഡയറക്റ്റ് പെട്ടെന്ന് പോയി വണ്ടിക്ക് പൊല്യൂഷൻ എടുക്കാം. അപ്പം പോവാം. അപ്പോൾ പൊല്യൂഷൻ എടുക്കാൻ വേണ്ടി വന്നു. വേഗം പൊല്യൂഷൻ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് വണ്ടി പെട്ടെന്ന് സെറ്റാക്കാം. ഈ സർവീസ് ബുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണ്. വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ആശ എത്തിയിട്ടുണ്ട്. മീറ്റിങ്ങിൽ എത്താറായെന്ന് പറഞ്ഞു. അപ്പം RTP പേര് മാറ്റണം. കുറേ ഡീറ്റെയിൽസ് പറ്റുന്നതൊക്കെ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ നമ്മളുടെ വണ്ടി പോവാണ് കേട്ടോ. ഒരു വിഷമമുണ്ട്, അതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട്. എന്തോ ഒരു വിഷമമുണ്ട്, പക്ഷേ കുഴപ്പമില്ല. എന്തായാലും പുതിയ വണ്ടി എടുക്കും. ഡോമിനാർ പഴയൊരു ആഗ്രഹം ബ്രദറിൻ്റെ, കുഴപ്പമില്ല, എല്ലാം സെറ്റാവും. എനിക്ക് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും എല്ലാ സംഭവം എടുത്ത് വെച്ചിട്ട് ആൾ വരുമ്പോൾ വണ്ടിയെ കാണിച്ചു കൊടുക്കട്ടെ. നമുക്ക് പോയി വണ്ടി ഒന്ന് നോക്കാം. വണ്ടി നമ്മൾ പോയി പൊല്യൂഷനൊക്കെ എടുത്തിട്ട് കൊണ്ടുവച്ച് ഇരിപ്പുണ്ട്. നമ്മൾ കഴുകിയിട്ടില്ല, തുടച്ചിട്ടേ ഉള്ളൂ. കഴുകാത്തത് മഴയല്ലേ. അപ്പോൾ ഇപ്പം കഴുകിയിട്ട് വെറുതെ പോകുന്ന വഴിക്ക് എന്തായാലും കുറച്ച് ചെളിയൊക്കെ ആവും. കഴിവില്ല, ഇടയ്ക്ക് കഴുകിയതാണ്. അതുകൊണ്ട് പിന്നെ കഴുകാൻ നിന്നില്ല, തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബൈ പറയുവാണ്. അവസാനമായി വണ്ടിയിലൊക്കെ ഒന്ന് കയറിയിരിക്കാം. നമുക്ക് സ്വന്തമായിട്ടുള്ളപ്പോഴേ ഒരു ഇതുള്ളൂ വണ്ടിയൊക്കെ.
കൂട്ടുകാരന്മാർക്കൊക്കെ ഡോമിനറൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ഡോമിനർ, സ്വന്തം മീൻസ് വീട്ടിലിങ്ങനെ ഒരു ഡോമിനർ, വീട്ടിലിങ്ങനെ ഒരു ഇൻ്റർസെപ്റ്റർ, വീട്ടിൽ കാറ്, അതൊക്കെ വേറെ ഫീലാണ്. സ്വന്തമല്ലേ, ആ ഒരു ഫീലാണ്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ തന്നെ കൊടുക്കാൻ പ്ലാൻ ഇട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഫീൽ എൻജോയ്. എന്താ ഓക്കെ. താക്കോലൊക്കെ എടുത്തുകൊണ്ട് പോയി അവനകത്ത് കൊണ്ടുവച്ചു. അപ്പോൾ ആൾ വരുമ്പം പേരൊക്കെ മാറ്റുക, ഹിസ്റ്ററി ചെക്ക് ചെയ്യുക, കുറേ പരിപാടികൾ കാണും. കുഞ്ഞു വീഡിയോസൊക്കെ ഇടാം, നോക്കാം. അപ്പോൾ അവൻ്റെ ഫോർഡ് ഫിഗർ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. കാരണം വണ്ടി എടുത്ത് അപ്പുറത്തുനിന്ന് എടുത്ത് പുറത്ത് വെച്ചപ്പോൾ കാർ ഷെഡിൽ വണ്ടി ഇടാൻ പറ്റിയില്ല. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നു. ഈ കാർ ഇതാ കിടക്കുന്നു. അപ്പോൾ ഇന്ന് ആക്റ്റീവിലാണ് പോയത്. എൻ്റെ വണ്ടി ഇതായിരിക്കുന്നു. ഇന്ന് അതിൽ നൈറ്റ് കറക്കമുണ്ട്. അതൊക്കെ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു സെറ്റിൽമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് മാത്രം ഇതിൽ ലോക്ക് ചെയ്താൽ. യെസ്, നോ ലോക്ക്. എന്തോ തുറന്നേ. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി യാത്ര ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങനെ കുറച്ച് തംബ്നെയിൽ ഇങ്ങനെ എടുത്ത്, അപ്പോൾ നമ്മൾ തംബ്നെയിൽ കാണുന്ന പോലല്ലേ ആയിരിക്കും വീഡിയോ ഫുള്ളും കാണാൻ വേണ്ടി തുടക്കത്തിൽ എടുത്തില്ല. വീഡിയോ ഫുള്ളും കാണണം കേട്ടോ. നമ്മൾ വണ്ടി കൊടുക്കാൻ പോവാം. അപ്പം എന്തോ പറയാനാ, മിസ് യു. നമ്പർ ആവാന്ന് ഫാൻസി നമ്പറായിട്ട് ചെറുതായിട്ട് എടുത്തയാ. എൻ്റെ കോൺടാക്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 2 നമ്പർ എന്താണെന്നോ എന്തിനാണ് ഇവിടുത്തെ 292229 അങ്ങനെ കൊടുത്തെന്തോ എടുത്തതാണ്. പിന്നെ എസ് എന്ന് പറഞ്ഞാൽ സച്ചിൻ, അത് തന്നെ അവന് കറക്റ്റ് കിട്ടി. അങ്ങനെ ഒരു ഇതിൽ അവൻ മൈൻഡ് സെറ്റാക്കി എടുത്തതായിരിക്കാം. അങ്ങനെ ബൈ ഡോമിക്ക് ബൈ പറഞ്ഞ് ഡോമി പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേറ്റിങ്ങനെ RTO പോയി പേരും മാറ്റാം. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ കാണിച്ചു തരാം. ഇനി പോവാണ് കേട്ടോ വണ്ടി. അപ്പം ഞാൻ എടുത്തുകൊണ്ട് നെയ്യാറ്റിങ്കര പോവാണ്. അവൻ കാറിൽ വരും. അപ്പം പോവാണ് കേട്ടോ. കീട്ട് വണ്ടി സ്റ്റാർട്ടാക്കാം. ഓക്കെ, അപ്പം എന്തായാലും നെയ്യാറ്റിങ്കര എത്തിയിട്ട് കാണാം. കസ്റ്റമർ വന്നു. നമുക്കപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കാം അവർക്ക്. ഹിസ്റ്ററി ഇതാണ്, നോൺ ഹിസ്റ്ററി, വെഹിക്കിൾ ഹിസ്റ്ററി. യെസ്, നമുക്കിതൊക്കെ കാണിച്ചു കൊടുക്കാം. പേരൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ടാസ്ക പേര് മാറാനൊക്കെ കുറേ ടാസ്ക്. നമുക്ക് അതിൻ്റെ ഇടയിൽ തലയിടാൻ വയ്യ. കാരണം കുറച്ച് ഒപ്പിടേണ്ടതും എഴുതി കൊടുക്കണ കുറേ കാര്യങ്ങളുണ്ട്. ഒരു പേര് മാറിയിട്ട് നമുക്ക് സെറ്റാക്കാം. ഇതിൽ വോയിസ് ഇല്ല ഗൈസ്. വോയിസ് എന്ന് പറഞ്ഞാൽ എനിക്കതിനെ പറ്റി നേരെ അറിയില്ല. അപ്പോൾ പേര് മാറ്റം കൊടുത്തു. ഇനി പൈസ കൈമാറുക, പേര് മാറുക, ഇത്രേ ഉള്ളൂ. നമ്മളുടെ വണ്ടി കൊടുക്കുക. ഏകാനും മണിക്കൂർ അല്ല മിനിറ്റുകൾക്കകം നമ്മളുടെ വണ്ടി മറ്റൊരാളുടെ പേരിലോട്ടാകും. ഓക്കെ, ചെറിയൊരു മണ്ടത്തരം കാണിച്ചു. ബൈക്കിൻ്റെ സെക്കൻഡ് കീ എടുത്തില്ല. അപ്പോൾ സെക്കൻഡ് കീ എടുക്കാൻ വേണ്ടി ഞാൻ കാർ എടുത്തുകൊണ്ട് പോയിട്ട് സെക്കൻഡ് കീ എടുത്തിട്ട് വരാം. അപ്പോൾ പിന്നെ വീട്ടിൽ പോകണം. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് എല്ലാം റെഡിയായി കൊണ്ടുവരാം. നമ്മളെ വണ്ടി പോയി. അപ്പോൾ എന്തായാലും കീ എടുത്തിട്ട് വരാം. എന്തായാലും നമുക്ക് ഇരുന്നിട്ട് യൂസ് ഇല്ലല്ലോ. അപ്പോൾ 2 കീ ഫസ്റ്റ് എടുക്കുന്ന വണ്ടിയല്ലേ, 2 കീ കൊടുക്കാം. മറന്നുപോയതാ. പെട്ടെന്ന് എടുത്തിട്ട് വന്നാൽ അവർക്കിപ്പോൾ കൊണ്ടുപോകാം. അവർക്ക് അങ്ങ് കൊല്ലം വരെ പോകണം. ഒരു 100-120 കിലോമീറ്റർ ഉണ്ട്. അപ്പം പിന്നെ ഇനി അതിന് വേണ്ടി വരാനോ അയച്ചു കൊടുക്കാനോ ഒന്നും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ കൊടുക്കാം. ഞാൻ എന്തായാലും കാർ എടുത്തുകൊണ്ട് ഇറങ്ങി. അയ്യോ, ഇവിടെ ഇപ്പോൾ വൻ ബ്ലോക്ക്. ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങിയതിന് ശേഷം പിള്ളേരും എല്ലാം വൻ ബ്ലോക്ക്. പണ്ട് ഈ വെക്കേഷൻ സമയത്ത് ഒരു സിഗ്നൽ ഇല്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്ക്. അതുകൊണ്ട് ഇപ്പോൾ സൂക്ഷിച്ച് ഓടിക്കാൻ പറ്റും. നേരത്തെ സൂക്ഷിച്ച് ഓടിക്കാം. ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഇല്ലേ റോഡിലൊക്കെ ഇറങ്ങി നടക്കും. ഒന്നും ചെയ്യില്ല. പണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. തന്തായി ഭയന്നു. എന്നാലും നമ്മൾ കുറച്ച് മെച്ചുവറായി ചിന്തിക്കണം. അപ്പം ഇങ്ങനെ റോഡിലൊക്കെ ഇറങ്ങി നടക്കും. അപ്പം അങ്ങനെ ആരും കാണണമെങ്കിൽ റോഡിൽ ഇറങ്ങി നടക്കില്ല കേട്ടോ. സൈഡിൽ കൂടെ നടക്കും. എൻ്റെ അടുത്ത് ആരെങ്കിലും പറയുമ്പോൾ ഞാൻ അത് വേടാ നിൻ്റെ കാര്യം നോക്കണമെന്ന് പറയുമായിരുന്നു. ഇപ്പം എന്തായാലും ഞാനും പറയാൻ തുടങ്ങി. കാരണം ഓരോരുത്തന്മാർ പോകുന്നത് ഇപ്പം ഞാനായാൽ പോലും മറ്റുള്ളവരായാലും പോലും ചിലപ്പോൾ ശ്രദ്ധയിലോട്ടിക്കാം, ചിലപ്പോൾ ശ്രദ്ധിച്ചോട്ടിക്കാം. പറയാൻ പറ്റില്ല ഓരോ സംഭവങ്ങൾ എപ്പോഴാണ് നടക്കുന്നത്. അതാ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. പെട്ടെന്ന് കീ എടുത്തിട്ട് നമ്മളുടെ ഓണറിനെ കൊടുക്കാം. അപ്പോൾ വീട്ടിൽ പോവുക. അപ്പം നമ്മൾ വഴി ദൂരം എത്തി വീട്ടിൽ പോവുക, കീ എടുക്കുക, കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ വണ്ടി ഇതാ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പച്ച വണ്ടി വീട്ടിൽ നിന്ന് പോയി. വണ്ടി പേരെല്ലാം മാറ്റി ഓണറിൻ്റെ പേരിലോട്ടായി. അപ്പോൾ അത് ഒരു ഓണർ, അത് വേറൊരു ഓണർ. അപ്പോൾ ഞാൻ പോവാണ്. ഓക്കെ, ബൈ. വീടെത്തിയിട്ട് ബാക്കി സംസാരിക്കാം. ചേട്ടാ വണ്ടിയൊക്കെ കൊടുത്ത്
സെയിലായി, വണ്ടി സെയിലായി. ഇതാ വന്ന് വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ കാശിൽ ഇനി ഒരു വണ്ടിയേ ഉള്ളൂ. പിന്നെ ഒരു വണ്ടി പോയി. ഒരു ചെറിയ വിഷമമുണ്ട്, ആരും കുഴപ്പമില്ല, അത് മാറിക്കോളും. ഒരിത് എന്തായാലും ഇങ്ങനെ കാണിക്കാൻ ഇപ്പം പച്ച വണ്ടിയില്ല. അധികം നമ്മളുടെ വീഡിയോയിലൊന്നും പച്ച വണ്ടി കണ്ടിട്ടില്ലല്ലേ. 2-3 വീഡിയോസിലേ അതുള്ളൂ. എന്തായാലും വണ്ടി പോയി. എന്താ പറയുക, ഈ ഒരവസ്ഥ എൻ്റെ വണ്ടിയല്ല സത്യം പറഞ്ഞാൽ, പക്ഷേ വീട്ടിലത്തെ വണ്ടി ആയതുകൊണ്ട് തന്നെ എന്തോ ഒരു ഇത് കുഴപ്പമില്ല, ശരിയാവും. RTO പോയിട്ട് വേറെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അവിടെ പോയി ഹിസ്റ്ററി നേരത്തെ എടുത്തിട്ട് വന്നതുകൊണ്ട് അതൊന്നും നോക്കി, ആക്ഷൻ ഹിസ്റ്ററി കൊണ്ടുവന്ന് നോക്കി. പിന്നെ മറ്റേ എത്ര കിലോമീറ്റർ ഓടി, വേറെ എന്തൊക്കെ പാർട്സ് മാറിയിട്ടുണ്ട് എന്നൊക്കെ നോക്കി. വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഹിസ്റ്ററി കാര്യം സെറ്റായി. പിന്നെ വണ്ടി നിലവിലൊരു പ്രശ്നവുമില്ല, ഇടയ്ക്ക് സർവീസൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് നിലവിലൊരു പ്രശ്നമില്ല. പിന്നെ പേര് മാറ്റി അവർ ഒപ്പിട്ട് കൊടുക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളായിരുന്നു. അതിലൊന്നും കാണിക്കാനായിട്ടൊന്നുമില്ല, അക്ഷയ സെൻ്ററിലല്ലേ, അപ്പോൾ അവർക്കും തിരക്കായിരിക്കും, വീഡിയോ എടുത്ത് കാണിക്കേണ്ടി വരുന്നില്ല. അതിൽ വേറെ ഒന്നുമില്ല, പേര് മാറ്റാൻ 2 സൈഡിൽ നിന്ന് ഒപ്പിടുക, എന്തൊക്കെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, അതൊക്കെ തന്നെയാണ്. പിന്നെ അവർക്ക് നേരാങ്ങത്തും RC ബുക്ക് കിട്ടും, സെക്കൻഡ് ഓൺ. അതാണ് ഇങ്ങനെ വണ്ടി പോയി, കുഴപ്പമില്ല. ഇനി നമ്മളുടെ വണ്ടി ഇതോടെ ഇരിപ്പുണ്ട്. ഇനി അതാണ് ഇവിടുത്തെ ബൈക്ക്. വേറെ വണ്ടി എടുക്കുമായിരിക്കും അതുവരെ ഈ ബൈക്ക്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ചെറിയൊരു കറക്കമുണ്ട്, അപ്പോൾ നോക്കണം എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്തിട്ട് പോകണം. സമയം ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. എന്തായാലും വ്ളോഗ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ ഡോമിനറിൻ്റെ ഒരു വ്ളോഗായിരുന്നു. അപ്പോൾ എന്തായാലും ചെറിയൊരു വിഷമത്തോടെ തന്നെ ഇന്നത്തെ വീഡിയോ നോക്കി ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാം. അപ്പോൾ എന്തായാലും സലാം. എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായമൊക്കെ. അപ്പോൾ എന്തായാലും ബൈ, പുതിയൊരു വീഡിയോ കാണാം. ടാറ്റാ.